നഗരസഭകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനം വർധിപ്പിക്കാൻ സംരംഭ വികസന പദ്ധതി. സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളിലും ഈ പദ്ധതി നടപ്പാക്കുന്ന കാര്യം തീരുമാനത്തിൽ. ലോകബാങ്ക് സഹായത്തോടെ നടപ്പാക്കുന്ന കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് (KSWMB) ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളിലുമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നിലവിലുള്ള വരുമാന സാഹചര്യം മെച്ചപ്പെടുത്തുകയും സംസ്കരണ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി. ഹരിത കർമ്മസേന കൺസോർഷ്യങ്ങളുടെ നേതൃത്വത്തിൽ ചെറുകിട സംരംഭക യൂണിറ്റുകൾ രൂപീകരിക്കും. ഇതോടെ പ്ലാസ്റ്റിക് ശേഖരണം, തരംതിരിക്കൽ, റീസൈക്ലിംഗ്, അനുബന്ധ പ്രവർത്തനങ്ങൾ, ക്ലീനിംഗ് യൂണിറ്റുകൾ, ജൈവവളം നിർമ്മിക്കുക, പുനരുപയോഗ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വീടുകളിലെ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ എന്നിവ പോലുള്ള മേഖലകളിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. ഇങ്ങനെയുള്ള യൂണിറ്റുകൾ തുടങ്ങുവാൻ MSME രജിസ്ട്രേഷൻ നേടാനും ബാങ്ക് വായ്പകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കാനും സൗകര്യമൊരുക്കുന്നതാണ്. ഈ സംരംഭങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് അംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതായിരിക്കും. ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി കുടുംബശ്രീ, ഹരിത കേരള മിഷൻ തുടങ്ങിയവരുടെ സഹകരണവും ഉറപ്പാക്കും. ഇപ്പോൾ യൂസർ ഫീ മാത്രം ആശ്രയിക്കുന്ന അംഗങ്ങൾക്ക് സ്ഥിരതയുള്ള അധിക വരുമാനം ഉറപ്പാക്കുകയാണ് ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ മാലിന്യ സംസ്കരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.